ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിവിഷൻ അഥവാ ഹരണമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒറ്റക്ക സംഖ്യ മുതൽ നാലക്ക സംഖ്യ വരെയുള്ള സംഖ്യകളുടെ ഹരണം അഥവാ ഡിവിഷൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 10 പ്രോബ്ലംസ് ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 10 പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഹരണം അഥവാ ഡിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോയാലോ. ഒന്നാമത്തെ പ്രോബ്ലം, 8 ഹരിക്കണം 2. അതായത് 8നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. ആദ്യം തന്നെ നമ്മൾ ഡിവിഷന്റെ സിമ്പൽ ഇടുന്നു. 8നെയാണ് ഉള്ളിൽ എഴുതേണ്ടത്, 2നെയാണ് പുറത്ത് എഴുതേണ്ടത്. കാരണം എന്താണ്? 8നെ നമുക്ക് 2 കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഇവിടെ നമുക്ക് 8നെ 2 കൊണ്ട് ഹരിക്കണം. എന്താണ് ഈ ഹരണം അഥവാ ഡിവിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? 8ൽ എത്ര 2 ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പൊ ഞാനിവിടെ ഒരു 8 ലൈൻ വരയ്ക്കുകയാണ്. 1 2 3 4 5 6 7 8 8 ലൈൻ വരച്ചില്ലേ? ഈ 8 ലൈനുകളിൽ എത്ര 2 ലൈനുകൾ ഉണ്ട്? അതായത് ഇതൊരു 2 ലൈനാണ്, ഇതൊരു 2 ലൈൻസ് ആണ്, ഇതൊരു 2 ലൈൻസ് ആണ്, ഇതൊരു 2 ലൈൻസ് ആണ്. അപ്പോൾ 8 ലൈനുകളിൽ എത്ര 2 ലൈനുകൾ ഉണ്ട്? 1 2 3 4. അതായത് 8 എന്ന സംഖ്യയിൽ എത്ര 2 ഉണ്ട്? അതായത് എത്ര 2കൾ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് 8 എന്ന സംഖ്യ കിട്ടുക. അതാണ് ആക്ച്വലി ഡിവിഷൻ അഥവാ ഹരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 8 ലൈൻ ഇട്ട് കൊടുത്തു. അതിൽ നമ്മൾ രണ്ടെണ്ണം റൗണ്ട് ചെയ്ത സമയത്ത് നമുക്ക് എത്ര എണ്ണം കിട്ടി? 4. അപ്പൊ 8ൽ എത്ര 2 ഉണ്ട്? 4. അപ്പൊ 8 ഹരിക്കണം 2, ഉത്തരം 4 ആണ്. പക്ഷെ ഇവിടെ ഇപ്പൊ 8 ആയതുകൊണ്ട് നമുക്ക് 8 ലൈൻ വരച്ച് നമ്മൾ രണ്ടെണ്ണം റൗണ്ട് ചെയ്ത് പോയി. പക്ഷെ നമുക്ക് വലിയൊരു സംഖ്യയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ 100 ആണെങ്കിൽ 100 ഹരിക്കണം 2 ആണെങ്കിൽ നമുക്ക് 100 ലൈൻ ഇട്ടിട്ട് അതിൽ 2 വട്ടം ഇട്ട് പോകുന്നത് പ്രാക്ടിക്കബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടിക ഉപയോഗിക്കുന്നത്. അതായത് ഈ പ്രോബ്ലത്തിൽ ഇവിടെ 2 കൊണ്ടല്ലേ 8നെ ഹരിക്കുന്നത്. അതായത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടിക എഴുതണം. ഗുണന പട്ടിക നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്കിവിടെ 2ന്റെ ഗുണന പട്ടിക എഴുതാം. 1 ഗുണിക്കണം 2 2, 2 ഗുണിക്കണം 2 4, 3 ഗുണിക്കണം 2 6, 4 ഗുണിക്കണം 2 8, 5 ഗുണിക്കണം 2 10, 6 ഗുണിക്കണം 2 12, 7 ഗുണിക്കണം 2 14, 8 ഗുണിക്കണം 2 16, 9 ഗുണിക്കണം 2 18, 10 ഗുണിക്കണം 2 20. ഈ ഗുണന പട്ടിക കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് 2ൽ ഒരു 2 ഉള്ളൂ. ഓക്കെ, ഇനി 4ൽ എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട്. 6ൽ എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട്. 8ൽ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. 10ൽ എത്ര 2 ഉണ്ട്? 5 2 ഉണ്ട്. 12ൽ എത്ര 2 ഉണ്ട്? 6 2 ഉണ്ട്. 14ൽ എത്ര 2 ഉണ്ട്? 7. 16ൽ എത്ര 2 ഉണ്ട്? 8. 18ൽ എത്ര 2 ഉണ്ട്? 9. 20ൽ എത്ര 2 ഉണ്ട്? 10. ഓക്കെ, അതാണ് ഈ ഗുണന പട്ടിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതല്ലേ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8ൽ എത്ര 2 ഉണ്ട് എന്നാണ്. അപ്പൊ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. 8ൽ എത്ര 2 ഉണ്ട്? 8ൽ 4 2 ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 20ലാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് 20 ലൈൻ ഇട്ടിട്ട് അതിൽ 2 ഇങ്ങനെ വട്ടം ഇടുന്നതിനേക്കാളും എളുപ്പം എന്താണ്? 2ന്റെ ടേബിൾ എഴുതുന്നു. 2ന്റെ ടേബിളിൽ 20 ഉണ്ട്. 20ൽ എത്ര 2 ഉണ്ട്? 10 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഗുണന പട്ടിക എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 ആണ് ഇവിടെ എങ്കിൽ 2ന്റെ ഗുണന പട്ടിക എഴുതുന്നു. 2ന്റെ ഗുണന പട്ടികയിൽ 8നെ തിരയണം. ഓക്കെ, ഇവിടെ 2 4 6 8 8 കിട്ടിയില്ലേ? അത് നമ്മൾ റൗണ്ട് ചെയ്യുന്നു. ഇനി 8ൽ എത്ര 2 ഉണ്ട്? 4. അത് ഇവിടെ എഴുതണം. 8ൽ എത്ര 2 ഉണ്ട് എന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടിക ഉപയോഗിച്ച് കണ്ടുപിടിച്ച് അത് ഇവിടെ എഴുതണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതിയ ഈ സംഖ്യയും ഈ 2നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. അതായത് 4 × 2 എത്രയാണ്? അത് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. 4 × 2 എത്രയാണ്? അതായത് 4 ഗുണിക്കണം 2 8. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ സബ്ട്രാക്ട്, അതായത് കുറയ്ക്കണം. 8ൽ നിന്ന് 8 പോയാൽ 0. ഓക്കെ, അപ്പൊ 0 ആയി കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഇറക്കി എഴുതാനൊന്നും വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ
0 കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ 8 ഹരിക്കണം 2 നമുക്ക് എന്ത് കിട്ടി? 4. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. 9 ഹരിക്കണം 5. അപ്പൊ 9നെ ഇവിടെ നമുക്ക് 5 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഡിവിഷനിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 9 ഉള്ളിലും 5 പുറത്തുമാണ് എഴുതുക. കാരണം 9നെ നമുക്ക് 5 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഹരിക്കേണ്ടത്. ഓക്കെ, ഇനി 9ൽ എത്ര 5 ഉണ്ട്? നമുക്കറിയാം 9ൽ ഒരേ ഒരു 5 മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എങ്ങനെ ഗുണന പട്ടിക വെച്ചിട്ട് ചെയ്യുക എന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിനൊന്നും നമുക്ക് ഗുണന പട്ടിക എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടി വലിയ വലിയ ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതിന്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് മുതലേ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോണത്. ഓക്കെ, അപ്പൊ ഇവിടെ 5 അല്ലേ? അപ്പൊ നമുക്ക് 5ന്റെ ഗുണന പട്ടിക എഴുതണം. 5 1 ഗുണിക്കണം 5 5, 2 ഗുണിക്കണം 5 10, 3 ഗുണിക്കണം 5 15, 4 ഗുണിക്കണം 5 20, 5 ഗുണിക്കണം 5 25, 6 ഗുണിക്കണം 5 30, 7 ഗുണിക്കണം 5 35, 8 ഗുണിക്കണം 5 40, 9 ഗുണിക്കണം 5 45, 10 ഗുണിക്കണം 5 50. ഓക്കെ, അപ്പൊ നമുക്ക് ഗുണന പട്ടിക എഴുതാൻ അറിയണം. അപ്പൊ നമ്മളിവിടെ ഗുണന പട്ടിക എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 9ൽ എത്ര 5 ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് 9 എന്ന സംഖ്യയെ ഇതിൽ തിരയണം. ഇവിടെ 5 10 15 20 അങ്ങനെയാണ് പോകുന്നത്. ഇതിൽ 9 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9 എവിടെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 5ന്റെയും 10ന്റെയും ഇടയിൽ, അതായത് ഇവിടെ ആയിട്ടല്ലേ 9 വരിക. അങ്ങനെ 9 വരുന്ന ആ ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം ഏതാ? ഇതല്ലേ 1 × 5 5. ഇതല്ലേ 9ന്റെ തൊട്ട് മുന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം എന്ന് പറയുന്നത് ഇതല്ലേ? അതായത് 5ൽ എത്ര 5 ഉണ്ട്? ഒരു 5. അപ്പൊ നമ്മൾ ഈ 1 എന്നതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ എന്താണ് ചെയ്തത്? ഇതിൽ 9നെ നമ്മൾ നോക്കി, 9 ഇതിലില്ല. അപ്പൊ നമുക്ക് അറിയാം 5ന്റെയും 10ന്റെയും ഇടയിലാണ് 9 എന്ന്, അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് 9 വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ തൊട്ട് മുന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം എന്ന് പറയുന്നത് ഏതാ? 5ൽ എത്ര 5 ഉണ്ട് എന്നതാണ്. എത്ര 5 ഉണ്ട്? 1 അല്ലേ? അപ്പൊ നമ്മൾ അത് ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താ? 1നെയും 5നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 1 × 5 എത്രയാ? 5. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം അഥവാ കുറയ്ക്കണം. 9ൽ നിന്നും 5 കുറയ്ക്കണം. എത്രയാ? 4. ഇനി നമ്മൾ നോക്കേണ്ടത് 4ൽ 5 ഉണ്ടോ? ഇല്ല. 4 5നേക്കാളും ചെറിയ സംഖ്യയല്ലേ, അതുകൊണ്ട് 4ൽ 5 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് അഥവാ ദശാംശ ബിന്ദു ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ 4ൽ എന്തില്ല? 5 ഇല്ല. നമുക്കാണെങ്കിലും ഇവിടെ ഇറക്കി എഴുതാൻ വേറെ സംഖ്യകളൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4ൽ 5 ഇല്ല എങ്കിൽ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് അഥവാ ദശാംശ ബിന്ദു ഇട്ട് കൊടുക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നമ്മൾ ആ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 0 ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് പകരമായി ഇവിടെ ഒരു 0 ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ 40ൽ 5 ഇല്ലേ? 40ൽ എത്ര 5 ഉണ്ട്? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടികയിലേക്ക് വരികയാണ്. ഇതിൽ 40നെ തിരയണം. 40 ഇവിടെ ഇല്ലേ? അതായത് 8 × 5 40 എന്നുണ്ട്. അതായത് ഇതും കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? 40ൽ എത്ര 5 ഉണ്ട്? 8. അതായത് നമ്മൾ ഈ ഒരു ഇപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് എന്താ ചെയ്തത്? 9ൽ എത്ര 5 ഉണ്ട് നോക്കി നമ്മൾ 1 എന്ന് എഴുതി, 1നെയും 5നെയും ഗുണിച്ച് ഇവിടെ എഴുതുന്നു, 9ൽ നിന്ന് 5 കുറച്ച് അത് ഇവിടെ എഴുതുന്നു. ഓക്കെ, ആ ഒരു 3 സ്റ്റെപ്പ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 40 ആണ് അടുത്ത സംഖ്യ. 40ൽ എത്ര 5 ഉണ്ട് എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. 40ൽ എത്ര 5 ഉണ്ട്? 8. അത് നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 8നെയും 5നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 8ഉം 5ഉം ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാ? 40. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് സംഖ്യകളെയും സബ്ട്രാക്ട് ചെയ്യണം അഥവാ കുറയ്ക്കണം. 40ൽ നിന്നും 40 പോയാൽ 0. ഇവിടെ ഇനി ഇറക്കി എഴുതാൻ വല്ല സംഖ്യകളും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ആ ഒരു ഡിവിഷൻ അഥവാ ഹരണം അവിടെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. അതായത് 9 ഹരിക്കണം 5 നമുക്ക് എത്ര കിട്ടി? 1.8. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. 24 ഹരിക്കണം 4. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഡിവിഷൻ അഥവാ ഹരണം രൂപത്തിൽ എഴുതുക? 24നെ 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ 24 ഉള്ളിൽ എഴുതുന്നു, 4 പുറത്തെഴുതുന്നു. ഓക്കെ, 24 ഹരിക്കണം 4. 24ൽ എത്ര 4 ഉണ്ട് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 4ന്റെ ഗുണന പട്ടിക അഥവാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം. 1 ഗുണിക്കണം 4 4, 2 ഗുണിക്കണം 4 8, 3 ഗുണിക്കണം 4 12, 4 ഗുണിക്കണം 4 16, 5 ഗുണിക്കണം 4 20, 6 ഗുണിക്കണം 4 24, 7 ഗുണിക്കണം 4 28, 8 ഗുണിക്കണം 4 32, 9 ഗുണിക്കണം 4 36, 10 ഗുണിക്കണം 4 40. 4ന്റെ ഗുണന പട്ടിക അഥവാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഉള്ളിൽ 2 അക്ക സംഖ്യയാണ് അല്ലെ. നേരത്തെ നോക്കിയപ്പോൾ എത്രയായിരുന്നു? ഒറ്റക്ക സംഖ്യ അല്ലേ. ഇവിടെ 2 അക്ക സംഖ്യയാണ്. ഇപ്പൊ 2 അക്ക സംഖ്യ ആവുമ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ സംഖ്യ എടുക്കണം. അതായത് 2ൽ 4 ഉണ്ടോ എന്ന് നോക്കണം. 2ൽ 4 ഉണ്ടോ? ഇല്ല. കാരണം 2 4നേക്കാളും ചെറിയ സംഖ്യയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 24ൽ എത്ര 4 ഉണ്ട് എന്ന് നോക്കണം. അപ്പൊ നമ്മൾ അതിനെന്താ ചെയ്യുക? 24നെ 4ന്റെ ഗുണന പട്ടികയിൽ തിരയണം. അപ്പൊ 4 8 12 16 20 24. അതായത് 24നെ നമുക്ക് 4ന്റെ ഗുണന പട്ടികയിൽ കണ്ടു. ഇതല്ലേ? അതായത് 24ൽ എത്ര 4 ഉണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 24ൽ എത്ര 4 ഉണ്ട്? 6 4 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? 6 എന്നത് ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? 6നെയും 4നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 6 × 4 എത്രയാ? അത് നമുക്ക് ഈ ഗുണന പട്ടികയിൽ നിന്ന് തന്നെ കിട്ടും. 6 × 4 24. അപ്പൊ 6 ഗുണിക്കണം 4 24 എന്ന് എഴുതുന്നു. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? 24നെയും 24നെയും കുറയ്ക്കണം അഥവാ സബ്ട്രാക്ട് ചെയ്യണം. 24ൽ നിന്ന് 24 പോയാൽ 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 24 ഹരിക്കണം 4 എന്ത് കിട്ടി? 6. സിമ്പിൾ അല്ലേ? ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. 58 ഹരിക്കണം 5. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡിവിഷന്റെ സിമ്പിളിന്റെ ഉള്ളിലായിട്ട് 58ഉം പുറത്തായിട്ട് 5ഉം എഴുതണം. കാരണം 58നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 5 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പൊ 58 ഉള്ളിൽ എഴുതി, 5 പുറത്ത് എഴുതി. ഓക്കെ, അപ്പൊ 5 അല്ലേ പുറത്ത്? അപ്പൊ നമുക്ക് ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടികയാണ് എഴുതേണ്ടത്? 5ന്റെ. അപ്പൊ ഞാനിവിടെ 5ന്റെ ഗുണന പട്ടിക എഴുതുകയാണ്. 1 ഗുണിക്കണം 5 5, 2 ഗുണിക്കണം 5 10, 3 ഗുണിക്കണം 5 15, 4 ഗുണിക്കണം 5 20, 5 ഗുണിക്കണം 5 25, 6 ഗുണിക്കണം 5 30, 7 ഗുണിക്കണം 5 35, 8 ഗുണിക്കണം 5 40, 9 ഗുണിക്കണം 5 45, 10 ഗുണിക്കണം 5 50. 5ന്റെ ഗുണന പട്ടിക എഴുതിയില്ലേ? ഇനി നമുക്ക് ഇവിടേക്ക് വരാം. നമുക്കിവിടെ 58 ഹരിക്കണം 5 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഡിജിറ്റിൽ 5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കണം 5. 5ൽ 5 ഉണ്ടോ? നമുക്കറിയാം 5ൽ എത്ര 5 ഉണ്ട്? ഒരു 5. അപ്പൊ നമ്മൾ 1 എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ്? 1ഉം 5ഉം ഗുണിച്ച് ഇവിടെ എഴുതണം. 1 × 5 5. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സബ്ട്രാക്ട് ചെയ്യണം അഥവാ കുറയ്ക്കണം. 5ൽ നിന്നും 5 പോയാൽ 0. ഓക്കെ, ഇനി 8നെ ഇറക്കി എഴുതുന്നു. 8ൽ എത്ര 5 ഉണ്ട്? നമുക്ക് എന്ത് ചെയ്യണം? ഈ ഗുണന പട്ടികയിൽ 8നെ തിരയണം. 8 ഉണ്ടോ? ഇല്ല. പക്ഷെ 5ന്റെയും 10ന്റെയും ഇടയിലാണ് 8 വരുന്നത്. അതായത് ഇവിടെ ആയിട്ടാണ് 8 വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് മുൻപുള്ള ഗുണനം അഥവാ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നു. ഏതാ? 1 × 5 5. അതായത് 5ൽ എത്ര 5 ഉണ്ട്? 1. ആ ഒരു ഇത് എടുക്കണം. അപ്പൊ 5ൽ എത്ര 5 ഉണ്ട്? 1. ആ 1 ആണ് ഇവിടെ എഴുതുന്നത്. 5. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1നെയും 5നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 1 × 5 എത്രയാ? 5. ഇനി 8ൽ നിന്നും 5 കുറയ്ക്കണം. അതാണല്ലോ മൂന്നാമത്തെ സ്റ്റെപ്പ്. 8ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാ? 3. ഇനി 3ൽ 5 ഉണ്ടോ? ഇല്ല. കാരണം എന്താ? 3 5നേക്കാളും ചെറിയ സംഖ്യയാണ്. ഇവിടെ നിന്ന് ഇറക്കി എഴുതാൻ എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. കാരണം 8നെ നമ്മൾ ഓൾറെഡി ഇറക്കി എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഇറക്കി എഴുതാനും ഒന്നുമില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. പക്ഷെ അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് അഥവാ ദശാംശ ബിന്ദു ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ഒരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി 30ൽ എത്ര 5 ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ വീണ്ടും ഗുണന പട്ടിക നോക്കുന്നു. ഗുണന പട്ടികയിൽ 30 തിരയുന്നു. നമുക്ക് 30 കിട്ടി. ഓക്കെ, ഇനി 30ൽ എത്ര 5 ഉണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. 30ൽ എത്ര 5 ഉണ്ട്? 6 5. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഇവിടെ 6 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? 6നെയും 5നെയും ഗുണിച്ച് ഇവിടെ എഴുതണം.
6 ഇൻറ്റു 5 എത്രയാകും? നമുക്ക് ഈ ഗുണന പട്ടികയിൽ നിന്ന് തന്നെ കിട്ടും. 6 ഇൻറ്റു 5 എത്രയാ? 30. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 30-ൽ നിന്ന് 30-നെ കുറയ്ക്കണം. എത്രയാ? 0. ഇവിടെ ഇറക്കി എഴുതാൻ ഒന്നുമില്ല. അപ്പൊ എന്തായി? 0 വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്നു. അതായത് 58 ഹരിക്കണം 5 നമുക്ക് എത്ര കിട്ടി? 11.6. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. 319 ഹരിക്കണം 3. ഓക്കെ, 319-നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുക? 319 എന്നത് ഉള്ളിൽ എഴുതുന്നു, 3 നമ്മൾ പുറത്തെഴുതുന്നു. കാരണം 319-നെ 3 കൊണ്ടാണ് നമുക്ക് ഹരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 3 പുറത്തുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3-ന്റെ ഗുണന പട്ടിക എഴുതണം. 1 ഗുണിക്കണം 3 3, 2 ഗുണിക്കണം 3 6, 3 ഗുണിക്കണം 3 9, 4 ഗുണിക്കണം 3 12, 5 ഗുണിക്കണം 3 15, 6 ഗുണിക്കണം 3 18, 7 ഗുണിക്കണം 3 21, 8 ഗുണിക്കണം 3 24, 9 ഗുണിക്കണം 3 27, 10 ഗുണിക്കണം 3 30. ഓക്കെ, അപ്പൊ 3-ന്റെ ഗുണന പട്ടിക അഥവാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് 3 അല്ല ആദ്യത്തെ സംഖ്യ. 3-ൽ എത്ര 3 ഉണ്ട്? നമുക്കറിയാം 3-ൽ എത്ര 3 ഉണ്ട്? 1. അപ്പൊ 3-ൽ എത്ര 3 ഉണ്ട്? 1. അത് നമ്മളിവിടെ എഴുതി. ഇനി നമ്മൾ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 1-നെയും 3-നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 1 ഗുണിക്കണം 3 അഥവാ 1 ഇൻറ്റു 3 എത്ര വരും? 3. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം അഥവാ കുറയ്ക്കണം. 3-ൽ നിന്ന് 3 പോയാൽ 0. ഈ 1-നെ നമുക്ക് ഇറക്കി എഴുതാം. ഓക്കെ, 1-ൽ 3 ഉണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഒരു സംഖ്യനെ ഇറക്കി എഴുതി അല്ലെ? ആ ഇറക്കി എഴുതിയ സംഖ്യയിലും എന്തില്ല? 3 ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സംഖ്യ ഇറക്കി എഴുതാം അല്ലെ? 9 ഇറക്കി എഴുതാം. അപ്പൊ നമുക്ക് 19 എന്ന് കിട്ടും. 19-ലാണെങ്കിലോ 3 ഉണ്ട്. കാരണം എന്താ? 19 3-നേക്കാളും വലിയ സംഖ്യയാണ്. അപ്പൊ 19-ൽ എന്തായാലും 3 ഉണ്ട്. പക്ഷെ 9-നെ, അതായത് ഒരു സംഖ്യ നമ്മൾ ഓൾറെഡി ഇറക്കി എഴുതി, രണ്ടാമത്തെ സംഖ്യ കൂടി നമുക്ക് ഇറക്കി എഴുതണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ക്ലിയർ? ഒന്നാമത്തെ സംഖ്യ നമ്മൾ ഇവിടെ ഓൾറെഡി ഇറക്കി എഴുതി. ആ ഇറക്കി എഴുതിയ സംഖ്യയിൽ 3 ഇല്ല. കാരണം 1 എന്നത് 3-നേക്കാളും ചെറിയ ഒരു സംഖ്യയാണ്. അപ്പൊ നമുക്ക് 9-നെ കൂടി ഇറക്കി എഴുതി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് 19 എന്താവും? 19-ൽ എന്തുണ്ട്? 3 ഉണ്ട്. കാരണം 19 3-നേക്കാളും വലിയ സംഖ്യയല്ലേ? അപ്പൊ രണ്ടാമത്തെ സംഖ്യ നമ്മൾ ഇറക്കി എഴുതുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0 ഇട്ട് കൊടുത്തില്ലേ? അപ്പൊ നമുക്ക് 9 എന്ന് ഇറക്കി എഴുതാം. ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിവിഷൻ അഥവാ ഹരണം എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. കാരണം 1 ഇട്ടിട്ട് 1-ൽ 3 ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയി 9 കൂടി ഇറക്കി എഴുതും. എന്നിട്ട് 19-ൽ എത്ര 3 ഉണ്ട് എന്ന് നോക്കും. ഇവിടെ 0 ഇട്ട് കൊടുക്കില്ല. അപ്പൊ നമ്മുടെ വാല്യൂവിന് വലിയൊരു വ്യത്യാസം, നമ്മുടെ ഉത്തരത്തിന് വലിയൊരു വ്യത്യാസമാണ് അവിടെ എന്ത് ചെയ്യുക? വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 1 ഇറക്കി എഴുതി, 1-ൽ 3 ഇല്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിജിറ്റ് നമുക്ക് ഇറക്കി എഴുതുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ 9 ഇറക്കി എഴുതി. അപ്പൊ എന്ത് കിട്ടി? 19 എന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് 19-ൽ എത്ര 3 ഉണ്ട്? അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഗുണന പട്ടികയിൽ 19 തിരയണം. 3 6 9 12 15 18 21. 18 കഴിഞ്ഞിട്ട് നേരെ 21 ആണ്. അതായത് 18-ന്റെ 21-ന്റെ ഇടയിലല്ലേ 19 വരിക? അപ്പൊ 18-ഉം 21-ന്റെ ഇടയിലല്ലേ 19 വരിക? അപ്പൊ 19 എന്നൊരു നമ്പർ എന്തില്ല? നേരിട്ടിട്ട് 3-ന്റെ ടേബിൾ അഥവാ 3-ന്റെ ഗുണന പട്ടികയിൽ ഇല്ല. 18-ന്റെയും 21-ന്റെയും ഇടയിലാണ് വരുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? 19 എവിടെയാണോ വരുന്നത് അതിന്റെ തൊട്ട് പിന്നിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം എടുക്കണം. അതേതാ? 18 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 18-ൽ എത്ര 3 ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. 18-ൽ എത്ര 3 ഉണ്ട്? 6. അതാണ് ഇവിടെ എഴുതുക. ഓക്കെ, 19 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 19-ന്റെ തൊട്ട് മുൻപുള്ള സംഖ്യ ഏതാണ് എന്ന് നോക്കുന്നു. അത് ആ സംഖ്യയിൽ എത്ര 3 ഉണ്ട് എന്ന് നോക്കുന്നു. ഓക്കെ, 19-ന്റെ തൊട്ട് പിന്നിലായിട്ട് പിന്നീട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 18 ആണ്. 18-ൽ എത്ര 3 ഉണ്ട്? 6. അപ്പൊ നമ്മൾ 6 എന്നത് ഇവിടെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 6-നെയും 3-നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 6 ഇൻറ്റു 3 എത്രയാ? 18. ഓക്കെ, ഇനി 19-ൽ നിന്നും 18 കുറയ്ക്കണം. 19-ൽ നിന്നും 18 കുറച്ചാൽ എത്രയാ? 1. ഓക്കെ, ഇനി 1-ൽ 3 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്കറിയാം ഒരു സംഖ്യ ഇവിടെ ഉണ്ട്. ഈ സംഖ്യയിൽ 3 ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം നോക്കുക ഇവിടെ ഇറക്കി എഴുതാൻ ഇനി വല്ല നമ്പറും ഉണ്ടോ എന്ന് നോക്കും. പക്ഷെ ഇവിടെ ഇറക്കി എഴുതാൻ നമ്പർ ഇല്ല. കാരണം ഓൾറെഡി നമ്മൾ 1 3 ഒക്കെ എന്ത് ചെയ്തു? ഇറക്കി എഴുതി കഴിഞ്ഞു.
ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇറക്കി എഴുതാനും ഒരു സംഖ്യയും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് അഥവാ ദശാംശ ബിന്ദു ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ദശാംശ ബിന്ദു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് നോക്കണം, 10ൽ എത്ര 3 ഉണ്ട് എന്ന് നോക്കണം. അതിനായിട്ട് 3ന്റെ ഗുണന പട്ടികയിൽ 10 തിരയണം. 10 നോക്കി നോക്കൂ, 10 ഉണ്ടോ? ഇല്ല. പക്ഷെ 9ന്റെയും 12ന്റെയും ഇടയിലായിട്ടാണ് 10 വരിക എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക, അതിന്റെ തൊട്ട് മുൻപുള്ള സംഖ്യ എടുക്കും. അതായത് ഇവിടെ തൊട്ട് മുന്നുള്ള സംഖ്യ ഏതാ, 9 ആണ്. 9ൽ എത്ര 3 ഉണ്ട് എന്ന് നോക്കും. 9ൽ എത്ര 3 ഉണ്ട്? 3. അപ്പൊ നമ്മൾ അത് ഇവിടെ എഴുതും. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, 3നെയും നമ്മൾ പുതിയത് എഴുതിയ നമ്പറിനെയും ഈ 3നെയും കൂടെ ഗുണിക്കണം. 3 ഗുണിക്കണം 3 എത്ര വരും? 9. ഇനി വീണ്ടും 10ൽ നിന്ന് 9 പോയാൽ എത്രയാ? 1. അപ്പൊ നമുക്കറിയാം ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന എത്ര സ്റ്റെപ്പുകളിൽ വേണമെങ്കിലും നമുക്ക് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ഇവിടെ വീണ്ടും 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്തു, 0 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും 10ൽ എത്ര 3 ഉണ്ടെന്ന് നോക്കണം. അപ്പൊ നമുക്കറിയാം 10 ഇവിടെയാണ് വരുന്നത്. 10ന്റെ തൊട്ട് മുന്നുള്ള ഒരു സംഖ്യ 9 ആണ് വരുന്നത്. 9ൽ എത്ര 3 ഉണ്ട്? 3. വീണ്ടും 3 × 3 എത്രയാ? 9. 10ൽ നിന്ന് 9 പോയാൽ എത്ര വന്നു? 1 തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തത് കൊണ്ട് 1ൽ 3 ഇല്ലാത്തത് കൊണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 0 ഇട്ട് കൊടുക്കാം. 10ൽ എത്ര 3 ഉണ്ട്? വീണ്ടും 3 അല്ലേ? 3 × 3 9. വീണ്ടും 10ൽ നിന്ന് 9 കുറച്ചാൽ 1. ഇതിങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു 3 ഡെസിമൽ നമ്പർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ 319 ഹരിക്കണം 3 നമുക്ക് എത്ര കിട്ടി? 106.33333 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 319 ഹരിക്കണം 3 എത്രയാണ്? 106.333 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. 981 ഹരിക്കണം 8. നമുക്ക് ഡിവിഷനിൽ എഴുതാം. ഉള്ളിലായിട്ട് 981 എന്ന് എഴുതുന്നു, പുറത്ത് 8. നമുക്കിവിടെ 981നെ 8 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 981നെ ഉള്ളിലും 8നെ പുറത്തും എഴുതിയത്. ഓക്കെ, ഇവിടെ ഏതാണ് പുറത്തുള്ള സംഖ്യ? 8 അല്ലേ? അപ്പൊ നമ്മൾ ഏതിന്റെ ഗുണന പട്ടികയാണ് എഴുതേണ്ടത്? 8ന്റെ ഗുണന പട്ടികയാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് 8ന്റെ ഗുണന പട്ടിക എഴുതാം. 1 ഗുണിക്കണം 8 8, 2 ഗുണിക്കണം 8 16, 3 ഗുണിക്കണം 8 24, 4 ഗുണിക്കണം 8 32, 5 ഗുണിക്കണം 8 40, 6 ഗുണിക്കണം 8 48, 7 ഗുണിക്കണം 8 56, 8 ഗുണിക്കണം 8 64, 9 ഗുണിക്കണം 8 72, 10 ഗുണിക്കണം 8 80. ഓക്കെ, നമ്മൾ 8ന്റെ ഗുണന പട്ടിക എഴുതി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ആദ്യത്തെ സംഖ്യ ഏതാ? 9 അല്ലേ? 9ൽ എത്ര 8 ഉണ്ട്? നമുക്കറിയാം 9ൽ ഒരു 8 ഉള്ളൂ അല്ലെ? ഇനിയിപ്പോ നമുക്ക് ഗുണന പട്ടിക നോക്കിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 9നെ തിരയുന്നു. 9 എവിടെയാണ് വരുന്നത്? 8ന്റെയും 16ന്റെയും ഇടയിലായിട്ടല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് പിന്നിലുള്ള ഗുണനം അഥവാ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നു. ഏതാ? 8 അല്ലേ? തൊട്ട് മുന്നുള്ള സംഖ്യ 8 അല്ലേ? 8ൽ എത്ര 8 ഉണ്ട്? 1. ഓക്കെ, അപ്പൊ ആ 1നെ നമ്മൾ ഇവിടെ എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആ 1ഉം 8ഉം ഗുണിച്ച് ഇവിടെ എഴുതണം. 1 × 8 എത്രയാ? 8. ഇനി എന്താണ്? നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്യണം അഥവാ കുറയ്ക്കണം. 9ൽ നിന്നും 8 പോയാൽ 1. 1ൽ 8 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത് വരുന്ന സംഖ്യനെ ഇറക്കി എഴുതുന്നു. ഇറക്കി എഴുതിയില്ലേ? 8നെ ഇറക്കി എഴുതി. അപ്പൊ എന്തായി? 18. ഇനി 18ൽ എത്ര 8 ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? 18നെ നമ്മൾ ഗുണന പട്ടികയിൽ തിരയുന്നു. 18 ഉണ്ടോ? ഇല്ല. പക്ഷെ 16ന്റെയും 24ന്റെയും ഇടയിലാണ് 18 വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ തൊട്ട് മുന്നുള്ള സംഖ്യ എടുക്കുന്നു. ഏതാ? 16 അല്ലേ? ഇനി 16ൽ എത്ര 8 ഉണ്ട് എന്ന് നോക്കുന്നു. 16ൽ എത്ര 8 ഉണ്ട്? 2. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 2നെയും 8നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 2 ഗുണിക്കണം 8 എത്രയാ? 16. ഓക്കെ, 18ൽ നിന്നും 16 പോയാൽ എത്രയാ? 2. ഇനി 2ൽ 8 ഉണ്ടോ? ഇല്ല. നമ്മൾ അടുത്ത ഒരു സംഖ്യ കൂടി നമുക്ക് ഇറക്കി എഴുതാനുണ്ട്. നമ്മൾ അതിനെ കൂടി ഇറക്കി എഴുതുന്നു. 1. 21ൽ എത്ര 8 ഉണ്ട് എന്ന് നോക്കണം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഗുണന പട്ടികയിൽ 21 തിരയുന്നു. 21 എന്ന് പറയുന്നതും 16ന്റെയും 24ന്റെയും ഇടയിലാണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ തൊട്ട് മുൻപുള്ള സംഖ്യ എടുക്കുന്നു. ഏതാ? 16 അല്ലേ? 16ൽ എത്ര 8 ഉണ്ട് എന്ന് നോക്കുന്നു. 16ൽ എത്ര 8 ഉണ്ട്? 2. അപ്പൊ 2 എന്ന് വീണ്ടും എഴുതുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? 2നെയും 8നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 2 ഗുണിക്കണം 8 എത്രയാ? 16.
ഇനി അടുത്ത സ്റ്റെപ്പ് 21നെയും 16നെയും കുറയ്ക്കണം. 1ൽ നിന്നും 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 2ൽ നിന്നും 1 കടമെടുക്കുന്നു. 11ൽ നിന്നും 6 കുറച്ചാൽ എത്രയാണ്? 5. ഇനി ഇവിടെ 2ൽ നിന്ന് 1 ഓൾറെഡി കടമെടുത്തു. അപ്പൊ ഇവിടെ ബാക്കി എത്രയാണ്? 1 ആണ്. 1ൽ നിന്ന് 1 പോയാൽ 0. ഓക്കെ, 5ൽ 8 ഉണ്ടോ? ഇല്ല. കാരണം 5 8നേക്കാളും ചെറിയ ഒരു സംഖ്യയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഇറക്കി എഴുതാനുണ്ടോ ഇനി? ഇല്ല. 1ഒക്കെ നമ്മൾ ഓൾറെഡി ഇറക്കി എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ ചെയ്യുക? 5ൽ 8 ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ 5നെ 50 എന്നാക്കാം. പക്ഷെ അതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ ഡെസിമൽ പോയിന്റ് അഥവാ ദശാംശ ബിന്ദു ഇട്ട് കൊടുക്കണം. അവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 0 ആഡ് ചെയ്യാം. അപ്പൊ 50 എന്ന് കിട്ടിയില്ലേ? ഇനി 50ൽ എത്ര 8 ഉണ്ട് എന്ന് നോക്കണം. അതിന് നമ്മൾ വീണ്ടും ഗുണന പട്ടിക നോക്കുന്നു. ഗുണന പട്ടികയിൽ 50 ഉണ്ടോ നോക്കി, 50 ഇല്ല. ഓക്കെ, അപ്പൊ 50 പിന്നെ എവിടെയാണ് വരുന്നത്? 48ന്റെയും 56ന്റെയും ഇടയിൽ, അതായത് ഇവിടെ ആയിട്ടാണ് 50 വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ തൊട്ട് പിന്നിൽ വരുന്ന സംഖ്യ എടുക്കണം. ഏതാ? 48 അല്ലേ? എന്നിട്ട് 48ൽ എത്ര 8 ഉണ്ട് എന്ന് നോക്കണം. 48ൽ എത്ര 8 ഉണ്ട്? 6. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 എന്ന് എഴുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 6നെയും 8നെയും ഗുണിച്ച് ഇവിടെ എഴുതണം. 6 × 8 എത്രയാ? 48. അടുത്തത് 50ൽ നിന്നും 48 കുറയ്ക്കണം. ഓക്കെ, 50ൽ നിന്നും 48 കുറയ്ക്കണം. അപ്പൊ 0ൽ നിന്നും 8 കുറയുമോ? ഇല്ല. അപ്പൊ നമ്മൾ 5ൽ നിന്ന് 1 കടമെടുക്കുന്നു. അപ്പൊ ഇത് 10 ആയില്ലേ? 10ൽ നിന്ന് 8 പോയാൽ 2. 5ൽ നിന്ന് നമ്മൾ ഇവിടെ 1 കടമെടുത്തു. അപ്പൊ ഇവിടെ ബാക്കി എത്രയാ? 4 അല്ലേ? 4ൽ നിന്ന് 4 പോയാൽ 0. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 2 ആണ്. 2ൽ 8 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ ഡെസിമൽ പോയിന്റ് ഓൾറെഡി ഇട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു 0 ചേർത്ത് കൊടുക്കാം. 20ൽ 8 ഉണ്ടോ? നമുക്ക് ഇവിടെ നോക്കണം. 20നെ തെരഞ്ഞു നോക്കണം. 20 ഇല്ല. 20 എന്ന് പറയുന്നത് 16ന്റെയും 24ന്റെയും ഇടയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ തൊട്ട് മുന്നുള്ള സംഖ്യ എടുക്കും. ആ സംഖ്യയിൽ എത്ര 8 ഉണ്ട് എന്ന് നോക്കും. ആ സംഖ്യയിൽ എത്ര 8 ഉണ്ട്? 16ൽ എത്ര 8 ഉണ്ട്? 2. അത് ഇവിടെ എഴുതുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? 2ഉം 8 ഗുണിച്ച് ഇവിടെ എഴുതണം. 2ഉം 8 ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 16. ഇനി 20ൽ നിന്നും 16 പോയാൽ എത്രയാണ്? 4. 4ൽ 8 ഉണ്ടോ? ഇല്ല. 8നേക്കാളും ചെറിയ സംഖ്യയാണ് 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു 0 ചേർത്ത് കൊടുക്കാം. 40ൽ എത്ര 8 ഉണ്ട്? നമുക്ക് 40നെ ഇതിൽ തെരഞ്ഞു നോക്കിയാൽ നമുക്ക് അവിടെ 40 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 40ൽ എത്ര 8 ഉണ്ട്? 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 5 എന്ന് എഴുതുന്നു. 5 ഗുണിക്കണം 8 ആണ് ഇവിടെ എഴുതേണ്ടത്. 5 ഗുണിക്കണം 8 എത്രയാ? 40 തന്നെയാണ്. ഇനി 40ൽ നിന്നും 40 കുറച്ചാൽ 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 981 ഹരിക്കണം 8 എത്ര കിട്ടി? 122.625 എന്ന് കിട്ടി.